എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സും അവർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശവും എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിങ്ങനൊരു റീഡിങ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ റീഡിങ് നോക്കുന്നത്. പേഴ്സണൽ റീഡിങ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണേയും ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കും. അതാണിത്. 1, 2, 3. നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുക, തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. അത് കഴിഞ്ഞ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കും. ഫൈനലി നമ്മൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം നമുക്ക് രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് മാറ്റി വയ്ക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ശിവായ, ഓം നമഃ ശിവായ. നമ്മൾക്ക് അസുഖങ്ങൾ വരുന്നതേ ശ്വാസത്തിൻ്റെ പ്രശ്നം, നമ്മൾ എടുക്കുന്ന ബ്രീതിങ്ങിൻ്റെ എത്രയും ഓക്സിജൻ നമ്മളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ അത്രയും നമ്മൾക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാം ആ ബ്രീതിങ്ങിൻ്റെ ഇതാണ്. ദേഷ്യം വരിക, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാവധാനത്തിൽ, അപ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടും. BP എല്ലാത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം ശ്വാസം നമ്മൾ എടുക്കുന്നതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഡിസ്ട്രോയർ ആണ് വന്നിരിക്കുന്നത്. അന്തകൻ, ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ അന്തകൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ് ഡിസ്ട്രോയർ. ഒരു ഡിസ്ട്രോയർ, അന്തകൻ ആണ് ഡിസ്ട്രോയർ. അപ്പോൾ ഒരു അവസാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് എന്തിൻ്റെയും ആകാം. അപ്പോൾ അവസാനം വരുന്നത്, അപ്പോൾ ഒരു പ്രകൃതി നിയമമാണ്, ഒരു സാധനം നശിച്ചാലേ പുതിയൊരു സാധനം ഉണ്ടാവുകയുള്ളൂ എന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മേജർ ചേഞ്ചാണ് വരുന്നത്. മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിനോസർ എല്ലാം ചത്തുപോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത എവല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ എവല്യൂഷന് മുമ്പും ഒരു നാശനഷ്ടം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഒരു എവല്യൂഷൻ വരും. ചിലപ്പോൾ നിങ്ങൾക്കായിട്ടൊരു എവല്യൂഷൻ ആയിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിക്കും, നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അങ്ങനെയാണ്. രണ്ടാമത്തെ കാർഡ് സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സ്, പുറത്തു നിന്നുള്ള ആളുകളുടെ ഉപദ്രവം നിങ്ങൾക്കുണ്ട്. ഈ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പുറത്തു നിന്നുള്ള ആളുകളിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ശാന്തത ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ സമാധാനിക്കാൻ ആയിട്ടില്ല. കാരണം ഇനിയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് ഒരു പോസിറ്റീവ് കാർഡ് വന്നേക്കുന്നത്. നിങ്ങളുടെ ഇപ്പം നിങ്ങളൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറേ വിഘ്നങ്ങളുണ്ടെങ്കിൽ ആ വിഘ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട്. ഒരു കാർഡ്, വേറൊരു കാർഡ് വന്നേക്കുന്ന ലോ ഓഫ് കർമ്മ ആണ്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമ്മൾ. ഈ മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല, മത്ത തന്നെ വരുള്ളൂ. അതാണ് സിമ്പിൾ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് ഒരു കാർഡ് പറയുന്നത്. ഇത്രയുമാണ് ഓറക്കിൾ മെസ്സേജസ്. ഇനി നമുക്ക് കാർഡ് എടുക്കാം. സോറി, എനിക്ക് ഭയങ്കര ഒരു ഇൻഡൈജഷൻ പ്രോബ്ലം വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഓവറോൾ എനർജി കാണിക്കുന്നത് ഹെയറോഫാൻ റിവേഴ്സാണ്. ഹെയറോഫാൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവോഴ്സ് ആവാം, ഫാമിലിയിൽ പ്രശ്നങ്ങൾ. ഇപ്പോൾ വിവാഹിതരാണ് ഇവർ രണ്ടുപേരെങ്കിൽ അവർ അത്ര ഹാപ്പി അല്ല സിറ്റുവേഷനിൽ. അതുപോലെ തന്നെ അവർ അവരുടെ വിശ്വാസങ്ങൾ അവർ ഇപ്പോൾ ഇതുവരെ എന്താണോ വിശ്വസിച്ചത് അതെല്ലാം കളഞ്ഞിട്ട് അവരുടെ വേറെ വഴിക്ക് അവരുടെ വിശ്വാസം പോകും. ഇതൊരാൾക്കാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആവാം. എന്ന് വെച്ചാൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ജനിച്ച് വളർന്ന ഒരു വിശ്വാസം കുറേ കഴിയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിയുമ്പോൾ നമ്മൾ ചിലർ ചോദ്യം ചെയ്യാൻ തുടങ്ങും നമ്മളുടെ വിശ്വാസത്തിനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുമാണ് വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക. കണ്ണടച്ച ഒരു കാര്യത്തിനെ അങ്ങോട്ട് വിശ്വസിക്കാതിരിക്കുക. അതൊക്കെയാണ് അതുപോലെ വിവാഹ ജീവിതം. ഹെയറോഫാൻഡ് എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ, വിവാഹം ഒക്കെയാണ്, കസ്റ്റം, നമ്മൾ ആചാരങ്ങൾ, അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ടോറസ് സോഡിയാക്സ് ആണിത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫുൾ കാർഡ് റിവേഴ്സാണ്. പുതിയൊരു തുടക്കത്തിന് ഇവർ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ റിസ്ക് എടുത്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അറിവ് വന്നതുകൊണ്ട്, ഒരു സിറ്റുവേഷനെക്കുറിച്ച് ശരിക്കും മനസ്സിലായത് കൊണ്ടായിരിക്കാം ഈ സിറ്റുവേഷൻ വിട്ട് കളയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ടാമത് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അക്വേറിയസ്, ടോറസ്, വെർഗോ, പൈസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നമ്മളുടെ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭഗവാനെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ 10 of Swords ആണ് കണ്ടത്. അവസാനം ഒരു ചതി, വഞ്ചന, വിശ്വാസവഞ്ചനയെ കാണിച്ചിട്ട് ഇത് അവസാന സ്റ്റേജിലാണ് എന്നൊരു കാര്യം കാണിച്ച പോലെ ഓറക്കൽ മെസ്സേജ് കാണിച്ചത് അല്ല, ഈ ഇത് കാണിച്ചത് അതുപോലെ തന്നെയാണ് ആദ്യത്തെ കാണിച്ചത്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ആജിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു സുഖമില്ലായ്മ, അസുഖം, ശരീരത്തിനല്ല, റിലേഷൻഷിപ്പിലൊരു പ്രശ്നമാണ്. ഭയങ്കര അടിയാണ് ഇവർ തമ്മിലിപ്പോൾ. ഇതുണ്ടോ, 5 of Wands ആണ്, ചേഞ്ചാണ്. നമ്പർ 5 ചേഞ്ചാണ് കാണിക്കുക. അതുപോലെ തന്നെ ഇതൊരു എൻഡാണ്. ഇത് ഒരു അവലോകനം, സോൾ സെർച്ചിങ് എന്ന് പറയും. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ, ഇത് നടക്കുന്നത് ശരിയാണോ, ഞാൻ ചെയ്തത് ശരിയാണോ, നീ ചെയ്തത് ശരിയാണോ എന്നൊരു സിറ്റുവേഷൻ കേട്ടോ. വെർഗോ, അക്വേറിയസ്, ലീബ്ര, ജെമിനി, അക്വേറിയസ്, ടോറസ്, സ്കോർപിയോ, ലിയോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് ഇത് ഭയങ്കര വഴക്കാണ്. ഇത് ഒരു സിറ്റുവേഷൻ്റെ അവസാനം, ഇത് അതിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഇത് എനിക്ക് ഇനിയും കുറച്ചും കൂടെ ഇപ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ ഇരിക്കുന്നത് എനിക്ക് കുറച്ചും കൂടെ ആലോചിക്കാനുണ്ട് എന്നൊരു ചിന്ത ആരുടെയോ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പേഴ്സൺ ഇറങ്ങി പുറപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് അത്ര അങ്ങോട്ട് ഇൻവോൾവ് അല്ല ഇപ്പോൾ ഒരാൾ. നിങ്ങളുടെ പേഴ്സൺ ആവാം, തേർഡ് പാർട്ടി ആവാം, ആരുമാവാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ കാണിക്കുന്നത് ഒരാളിവിടെ ആരാണെന്നറിയില്ല, സിംഗിൾ എനർജിയാണ്. അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷേ അവർ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കടം മേടിച്ചും വെറുതെ ആർഭാട ജീവിതം നയിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. സ്നേഹമൊന്നുമില്ല, ഭയങ്കര അപ്പം അതിനെ ചൊല്ലി ഇവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവുന്നുണ്ട്. ലിവിങ് ബിയോണ്ട് മീൻസ് എന്നാണ് പറയുന്നത് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള പൈസയേക്കാൾ കൂടുതൽ നമ്മൾ ചിലവാക്കുക. അപ്പോൾ നമ്മൾക്കത് ഒന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മോഷ്ടിക്കണം, അല്ലെങ്കിൽ ആരുടെ അടുത്തും കടം വാങ്ങിക്കണം, അല്ലേ? അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിലൊരാൾ അതുപോലെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ ഇതിനകത്ത് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇത്
ഉപേക്ഷിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഒന്നുമില്ല, ഒരാളൊരു തീരുമാനമെടുക്കുകയാണ്. ഇതൊരു ഫീമെയിൽ എനർജിയാണ്, ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല, മുമ്പോട്ട് വെച്ച കാല് പിന്നെ തിരിച്ചെടുക്കില്ല, തിരിച്ച് പുറകോട്ട് എടുക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്ന, അവസാനം കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇവർക്ക് അതിൽ സങ്കടമൊന്നുമില്ല. ഈ തീരുമാനം എടുത്തതിൽ ഒരാൾക്ക് ഇതിനകത്ത് ഒരു സങ്കടവും ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? പിന്നെ ആ ക്വീൻ ഓഫ് സ്വേർഡ്സ് ഇവിടെ വന്നു കണ്ടോ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി ബോറടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിക്ക് ഭയങ്കര ബോറടിയാണ്. പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നുണ്ട് റിക്കവറി ഫ്രം ഫിനാൻഷ്യൽ ലോസ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര മാനിപ്പുലേറ്റീവാണ് തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മാക്സിമം നല്ല പൈസ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിനകത്ത് ഈ കാർഡ് പിന്നെ ക്വീൻ ഓഫ് സ്വേർഡ്സ് പിന്നെയും. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണെന്ന് വെച്ചാൽ വളരെ ധനികനായ ഒരു മെയിൽ എനർജിയാണത്. അത് ചിലപ്പോൾ ഫീമെയിൽ എനർജി ആവാം. നമ്മൾ സ്ത്രീകൾ ഫിനാൻഷ്യൽ ഫീൽഡിൽ വളരെ സക്സസ്ഫുൾ ആകണമെങ്കിൽ, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ജോലിയിൽ നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആകണം നമ്മളുടെ കഴിവ് കൊണ്ട്, അങ്ങനെ സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മളൊരു മാസ്കുലിൻ എനർജി നമ്മളുടെ ഉള്ളിൽ വരും. കാരണം കൂടെ വർക്ക് ചെയ്യുന്നത് ആണുങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ ഒരു വലിയൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഒരു മാസ്കുലിൻ മൈൻഡ് വെക്കുമ്പോഴാണ് അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആവുക. അങ്ങനെയുള്ളവരാണ് കൂടുതൽ സക്സസ്ഫുൾ ആവുക. അപ്പോൾ പെണ്ണായാലും ആണായാലും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു എനർജിയാണ് ഇവിടെ കണ്ടത് ഞാൻ. അപ്പോൾ എന്നുവെച്ചാൽ മാസ്കുലിനിറ്റി കൂടുതലുള്ള സ്ത്രീകൾ അവരാണ് ബിസിനസ്സിൽ കൂടുതൽ സക്സസ്ഫുൾ ആകുക. അല്ലാത്ത സ്ത്രീകൾ ഇമോഷണൽ ആകും. നമ്മൾ സ്ത്രീകൾ പൊതുവെ ഇമോഷണലായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. പക്ഷെ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഉയർന്ന പദവിയിലേക്ക് പോകുമ്പോൾ, ഒരു അധികാരം കയ്യേൽക്കുമ്പോൾ നമ്മൾ മാസ്കുലിൻ അല്ല ഫെമിനിനായിട്ട് ഇമോഷണലായിട്ട് പെരുമാറാൻ പാടില്ല. ഇപ്പോൾ ഒരു കൺട്രിയുടെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ഒക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു ഇമോഷണലായിട്ട് പെരുമാറാൻ പാടില്ല. വളരെ വളരെ വലിയ കാര്യങ്ങൾ നമുക്ക് തീരുമാനം എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ സൈഡ് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അവിടെയാണ് നമുക്ക് മാസ്കുലിൻ പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് നമ്മൾ കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ട് തീരുമാനം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സ്ട്രോങ് എനർജി ഞാൻ കണ്ടത് അത് ചിലപ്പോൾ ഒരു സ്ത്രീ ആവാം, വളരെയധികം മാസ്കുലിനായ ഒരു സ്ത്രീ ആവാം, അല്ലെങ്കിൽ വളരെ ധനികനായ ഒരു മെയിൽ എനർജി ആരുമാവാം മതി. അതുകൊണ്ട് മാത്രമാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയത്. പക്ഷേ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഒരിക്കലും തേർഡ് പാർട്ടിയായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കില്ല. അവരുടെ ഉദ്ദേശം വേറെയാണ്, മനസ്സിലായി? അവർക്ക് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പോ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല ആ പേഴ്സൺ. അങ്ങനത്തെ പേഴ്സൺസിന് അവർ ശാരീരികമായിട്ടുള്ള കണക്ഷന് വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു സിമ്പതി, അവർക്ക് സഹതാപം കൊണ്ടായിരിക്കാം അവർ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ വെച്ചത്. എന്തായാലും തേർഡ് പാർട്ടി ഭയങ്കര കള്ളത്തരമുള്ളൊരു എനർജി, സ്ത്രീയോ പുരുഷനോ ആണ്. വളരെയധികം മാനിപ്പുലേറ്റീവാണ്. ഇവർക്ക് സ്നേഹമില്ല, ഇവർ ഭയങ്കര കള്ളത്തരം. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പിടുത്തം കിട്ടും. ഇവിടെ ടെൻ ഓഫ് സ്വേർഡ്സ് ഞാൻ അവിടെ കണ്ടു കാർഡ്സ് എടുക്കുമ്പോൾ. 10 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഒരു ഭയങ്കരമായ തലവേദനയായിട്ട് മാറുന്നുണ്ട് തേർഡ് പാർട്ടി. കാരണം തേർഡ് പാർട്ടി എന്താണ് ഉദ്ദേശിച്ചത് ഒരു പരിധി വരെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ അഡ്ജസ്റ്റ് മീൻസ് അത് അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ, ചതിക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതൊരു തലവേദനയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ മാറുന്നത്. പക്ഷേ തേർഡ് പാർട്ടിക്ക് ഇത് അറിയില്ല. അവർ വിചാരിക്കുന്നത് അവർ തെളിക്കുന്ന വഴിയെയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നതെന്നാണ്.
മനസ്സിലായി. ഇവിടെ ജെമിനായി സ്ട്രോങ് ആണ്, 2 ജെമിനായി ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കി സാധാരണ സോഡിയാക് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വരുന്നില്ല. പിന്നെ ഞാനിവിടെ സോഡിയാക് സൈൻ പറയുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ പറയുന്ന സോഡിയാക് സൈൻ മാത്രമേ വരുന്നുള്ളൂ എന്ന്. ഇതെല്ലാം എല്ലാ കാർഡ്സിനും സോഡിയാക് സൈൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കാർഡ് ഇപ്പോൾ ഫയർ സൈൻ ആണെങ്കിൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. സ്വേർഡ്സ് ആണെങ്കിൽ അക്വേറിയസ്, ലീബ്ര, ജെമിനായി. പെൻറ്റിക്കിൾസ് ആണെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. മനസ്സിലായോ? വാട്ടർ സൈൻസ് ആണെങ്കിൽ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. പക്ഷേ മേജർ ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഇങ്ങനത്തെ കാർഡ് ഒരു കാർഡിന് ഇതിപ്പോൾ അക്വേറിയസ്, ഏരീസ് ആണ് ഈ കാർഡ്. മനസ്സിലായോ? ഫുൾ കാർഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണ് ആ പർട്ടിക്കുലർ സോഡിയാക് സൈൻ ഞാൻ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ജെമിനായി ആണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ആ പേഴ്സണൽ ബർത്ത് ചാർട്ടിൽ ചിലപ്പോൾ അക്വേറിയസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കാം എന്നാണ് ഉദ്ദേശം കേട്ടോ. അപ്പോൾ കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തേർഡ് പാർട്ടി എന്തായാലും നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നോക്കിയത്, സ്നേഹം അഭിനയിച്ച്. ഇവരെന്താ ചെയ്യുന്നത്? സാധാരണ ആളുകൾക്ക് മറ്റേ ആളെ അങ്ങോട്ട് 100% പ്രീതിപ്പെടുത്താൻ പറ്റില്ല. കാരണം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നമ്മൾ അതിനപ്പുറം പോവില്ല. പക്ഷെ തേർഡ് പാർട്ടി പൈസയ്ക്ക് വേണ്ടി വരുന്നവരും വെറുതെ ആളെ പറ്റിക്കാൻ വരുന്നവരും അവർ പെർഫെക്റ്റ് ആണെന്ന് തോന്നും. കാരണം എന്താണ്? അവരുടെ പരിധി വിട്ടിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ആ സമയം കൂടെയുള്ള ആൾക്ക് തോന്നും ഇവർ പെർഫെക്റ്റ് ആണല്ലോ എന്ന്. ആക്ച്വലി അവർ പെർഫെക്റ്റ് ആയിരിക്കില്ല, അത് അവരുടെ അഭിനയം മാത്രമാണ്. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ഇല്ല. ഇനി തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ളത്, തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് നമ്മൾ കണ്ടു. ഇനി തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ഫൈനൽ ചോദ്യം. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ആവണം എന്നില്ല. തേർഡ് പാർട്ടിയെ പലരും പറ്റിച്ചിട്ടുണ്ടാവും. ഈ തേർഡ് പാർട്ടിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തേർഡ് പാർട്ടിയെ പലരും പറ്റിക്കും. അപ്പോൾ തേർഡ് പാർട്ടിയെ പലരും പറ്റിക്കുമ്പോൾ തേർഡ് പാർട്ടി പക്ഷേ അവരുടെ കയ്യിലെ തെറ്റായിട്ടല്ല അത് കാണുന്നത്. എന്നെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെന്നെ മിസ്യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി പറയുക. അപ്പോൾ ആ ഒരു വൈരാഗ്യം തേർഡ് പാർട്ടിയുടെ മനസ്സിലുണ്ട്. എല്ലാവരും എന്നെ എന്താ പറയുക ഉപയോഗിക്കുന്നു എന്നൊരു ചിന്ത തേർഡ് പാർട്ടിക്കുണ്ട്. അപ്പോൾ എന്ത് പറ്റും? തേർഡ് പാർട്ടിയെ 2 പേര് മിസ്യൂസ് ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി ലൈഫിലേക്ക് വരുന്നവരെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതോടെ അവരുടെ ജീവിതം താറുമാറായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു കുഴിയിലാണ് തേർഡ് പാർട്ടി, എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നിന്ന് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, വേറെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ആരെയെങ്കിലും പിടിച്ച് ട്രാപ്പ് ചെയ്തിട്ട് അവരെ യൂസ് ചെയ്തിട്ട്, അവരുടെ പണം യൂസ് ചെയ്തിട്ട് രക്ഷപ്പെടണമെന്നാണ് തേർഡ് പാർട്ടി. ഉയരങ്ങളിൽ എത്തണമെന്നാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. ഒരു മൂവ്മെൻറ്റ് വേണം. അപ്പോൾ ലൈഫ് സ്റ്റക്കാണ്. നിങ്ങളുടെ പേഴ്സൺ വന്നപ്പോൾ കുറച്ചൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ട്, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിൽ ആവശ്യത്തിന് പണമുണ്ട് എല്ലാം. അപ്പോൾ തേർഡ് പാർട്ടി പക്ഷേ ഈ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടി അങ്ങനെ നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം ശരിക്കും അറിയാം തേർഡ് പാർട്ടിക്ക്. അപ്പോൾ ഇത് അധിക കാലം നിൽക്കില്ലെന്നും അറിയാം. ഈ പേഴ്സൺ ഇവരെ വിവാഹം കഴിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. തേർഡ് പാർട്ടി വളരെ ക്ലിയറായ മനസ്സുള്ള ആളാണ്. കാരണം കള്ളത്തരം നല്ലോണം ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ ഉദ്ദേശം ശരിക്കും എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങളുടെ പേഴ്സണെ ശരിക്കും തേർഡ് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് ഫിനാൻഷ്യൽ ഇത് മാത്രമേ ഉള്ളൂ, ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവാൻ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവുമെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ സ്മാർട്ടായിട്ടാണ് അവർ കളിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? മാക്സിമം പൈസ അടിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സോബ് സ്റ്റോറീസ് എന്ന് പറയുന്നത് ചില സങ്കടത്തിൻ്റെ, അയ്യോ അമ്മയ്ക്ക് അസുഖം, ചില പറയില്ലേ അമ്മയ്ക്ക് അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് പഠിക്കാൻ ഫീസില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ അടിച്ചെടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടിയാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. സ്കോർപ്പിയോ, ലീബ്ര, ടോറസ്, ലീബ്ര, ക്യാൻസർ, Gemini, Taurus, Leo, Aquarius, Scorpio, Virgo, Pisces, Aquarius, Aries, Taurus.
അപ്പോൾ ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത്, സ്ട്രോങ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭവാനി, അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭവാനി, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു കാർഡ് വന്നിട്ടുണ്ട്, ബ്ലെസ്സിങ്സ് ഓഫ് ശിവ, ഗുഡ് ഫോർച്യൂൺ. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു എനർജിയാണെന്നാണ് പറയുന്നത് ഈ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ്, ആകെ പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലും കഷ്ടത നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. പക്ഷേ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കഷ്ടത അത്രയേ വരുന്നുള്ളൂ. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി? ചിലരോട് പറയുമ്പോൾ എന്ത് ദൈവാനുഗ്രഹം, ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ഇത്രയല്ലേ കഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇതിലും ഭീകരമായ സിറ്റുവേഷനാണ് നിങ്ങളുടെ ശരിക്കും ജീവിതം. പക്ഷേ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അത്രയും കൂടെ അനുഭവിക്കേണ്ടി വരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാർഡ് കിങ് ഓഫ് വോൺസ് റിവേഴ്സ് ആണ്. ഇവിടെ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജിയാണ്, ഫയർ എനർജിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് അഡ്വെഞ്ചറസ് ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു എനർജി. ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജിയാണ്. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന ഒരേ മനസ്സുള്ള രണ്ടുപേരായിരുന്നു ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും. പക്ഷേ ഇപ്പോൾ ആ എനർജി എല്ലാം പോയി. ചിലപ്പോൾ പ്രായമായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേപോലത്തെ സ്വഭാവമുള്ളപ്പോൾ രണ്ടുപേർക്കും പെട്ടെന്ന് ബോറടിക്കും. അങ്ങനത്തെ രണ്ടുപേരായിരിക്കാം ഇവർ. അപ്പോൾ ഇപ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ശരിയായ കാര്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല. മനസ്സിലായി? കള്ളത്തരമാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പ് ആയിരുന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇവർക്ക് ക്ഷമയില്ല. അപ്പോൾ പെട്ടെന്ന് കാര്യം നടക്കണം, പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് അറിയണം, പെട്ടെന്ന് എനിക്ക് റിട്ടേൺ കിട്ടണം. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിലാണ്. അപ്പോൾ തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുറേ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പ്രതീക്ഷയുടെ അത്രയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണും ആ ഫീലിംഗ് ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കും ആ ഫീലിംഗ് ആവാം. അപ്പോൾ ക്ഷമയില്ല രണ്ടുപേർക്കും. പെട്ടെന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? 8 ഓഫ് കപ്സ് കണ്ടു, അബാൻഡൻമെൻറ്റ്. അതുപോലെ തന്നെ 5 ഓഫ് കപ്സ് കണ്ടു, റിഗ്രറ്റ്, ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി, വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, ഡിലേസ്, സ്റ്റാൻഡ് സ്റ്റിൽ, റെസിസ്റ്റൻസ്, സ്റ്റോളിങ്. അതുകൊണ്ടാണ് നമ്മൾ ഈ എനർജി കാണിച്ചത്. ക്ഷമയില്ലായ്മ, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല.
അപ്പോൾ പ്രതീക്ഷ എന്താണ്? ഹാപ്പിനെസ്, വളരെയധികം ഹാപ്പിനെസ്സും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പും, ഓഫേഴ്സ്, ഒരു പെട്ടെന്നൊരു വിവാഹ പ്രപ്പോസൽ വരുമെന്നൊക്കെയാണ് തേർഡ് പാർട്ടി വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആരുമാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അതിലൊക്കെ ഡിലേയ്സ് വരുന്നുണ്ട്. പ്രതീക്ഷിച്ച അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് ഭയങ്കര സീരിയസ് ആണ്, നമ്മൾ അയാളുമായിട്ട് ജീവിതം പങ്കിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ മാത്രമാണ് സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാവും. പക്ഷേ നമ്മൾ ആ പേഴ്സൻ്റെ കാര്യത്തിൽ വേറെ ദുരുദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ക്ഷമയില്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, പൈസീസ് ലിയോ ടോറസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ ഇതൊരു ട്രാപ്പ് ചെയ്ത പോലത്തെ തേർഡ് പാർട്ടി കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഷെയറിങ്, അപ്പോൾ ഇത് തേർഡ് പാർട്ടി കണക്ഷൻ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്ന തേർഡ് പാർട്ടിയുടെ ഫീലിംഗ് ആയിരിക്കും ഇത് ചിലപ്പോൾ. കാരണം ഇവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇവരെ വിവാഹം കഴിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് ഇവർ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടി കുറേ പരിശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ വളരെയധികം ഡിലേ ആണ്. നിങ്ങളുടെ പേഴ്സൺ എക്സ്ക്യൂസ് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിപ്പോഴും ഒരു തേർഡ് പാർട്ടി കണക്ഷൻ മാത്രമായിട്ട് നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ തേർഡ് പാർട്ടി പറയുന്നത്. ഇത് തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് ആവാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സും ആവാം കേട്ടോ. അപ്പോൾ ഇവർ ഭയങ്കര അധികം ഹാപ്പിനെസ് പ്രതീക്ഷിച്ച് വന്നവരാണ്. പക്ഷേ ഇവർക്ക് ഹാർട്ട് ബ്രേക്കാണ് വന്നത്. ഇവർ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവർ ഒറ്റയ്ക്കാണ്. പക്ഷേ ഇവരിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് വേണ്ടത് ഒരു പ്രൊട്ടക്റ്റീവ് കെയറിങ് ആയ ഒരു പാർട്ട്ണറാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരു എനർജിയാണ്. എല്ലാവരോടും വളരെ കെയറിങ് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവർ നിങ്ങളുടെ പേഴ്സണെ അങ്ങോട്ട് എടുക്കാൻ നോക്കി, മനസ്സിലായി? ഇവിടെ സ്നേഹമില്ല, പേഴ്സൻ്റെ സ്നേഹം കിട്ടുന്നില്ല. ആ ഒരു ചോയ്സ് പേഴ്സൺ എടുക്കുന്നില്ല. പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായിട്ടുള്ള ഒരു പാർട്ട്ണറെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക്, ഇവിടെ വന്നേക്കുന്ന തേർഡ് പാർട്ടിക്ക് വേണ്ടത്. ഇവിടെ വെർഗോ സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? പിന്നെയും ഹെർമിറ്റ് വരണമുണ്ടോ വെർഗോ? അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നാണ് തേർഡ് പാർട്ടിയുടെ ഒരു ഫീലിംഗ്. എന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെയധികം ഒരു വിവാഹ ജീവിതത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടി. പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അവർ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പ്രപ്പോസ് ചെയ്യുന്നില്ല, നിങ്ങളെ ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നില്ല. റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പാണോ എന്നും പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ട്? ഇവർ തേർഡ് പാർട്ടിയാണ്. ഇവർ സിംഗിൾ മദറാണ്. അപ്പോൾ ഇവർ ഒറ്റയ്ക്കായതുകൊണ്ട് ആരെങ്കിലും, ചിലരങ്ങനെയാണല്ലോ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ നമ്മൾ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷൻ ആണെന്നായിരിക്കുക. എന്ന് വെച്ചാൽ ആരെങ്കിലും മതി എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ കുട്ടിയുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കുട്ടിയെ നോക്കാൻ പറ്റാത്ത ഒരു മെയിൽ എനർജി ആയിരിക്കാം ഇത്. എന്തായാലും ഇവർ കാത്തിരുന്ന് മടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒറ്റപ്പെട്ട ആ ഫീലിംഗ്, അത് മാറാനാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് വെച്ചത്. പക്ഷേ അത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവരൊരു ടവർ മൊമെൻ്റ് ഉണ്ടാക്കണം, ഇതൊരു പൊട്ടിത്തെറി ഉണ്ടാക്കണം. അതിന് കറക്റ്റ് സമയം നോക്കിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവരെ വെറുക്കാൻ ഇടവരരുത്. അതേസമയം നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോകണം. അപ്പോൾ ഇവർ ചിലപ്പോൾ പാരവയ്ക്കും, നിങ്ങളോട് വന്ന് പറയും, തേർഡ് പാർട്ടിയും ഇവരും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം, മനസ്സിലായോ? കാരണം നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അകറ്റാനാണ് നോക്കുന്നത്, ഇവരുടെ കാര്യം നടക്കാൻ വേണ്ടി. ഇവിടെ വെർഗോ ലിയോ, വെർഗോ പൈസിസ്, ടോറസ് ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഇത്രയും സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? ഫീലിങ്സിൽ അവർക്ക് വിവാഹം കഴിക്കണം എന്നാണ്. ശരിക്കും ഇവരുടെ ഉദ്ദേശം എന്താണ്? വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി. നിങ്ങളുടെ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണമെന്നുള്ള എനർജിയാണ് ഇവർക്ക്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണ് വേണം ഇവർക്ക്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഷെയർ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. വൃത്തികെട്ട സ്വഭാവമാണത്, മനസ്സിലായോ? വേറൊരു ജീവിതം അങ്ങനെ തന്നെ നശിപ്പിച്ച് കളയുക. ഇപ്പോൾ തേർഡ് പാർട്ടീസ് ചിലർ ഓക്കെ റിലേഷൻഷിപ്പ് മതി, കുറച്ച് പൈസ വേണം, ആരോടെങ്കിലും സംസാരിക്കണം, അതൊക്കെ കുറച്ചും കൂടെ ഹാംലെസ് ആണ്. എന്ന് വെച്ചാൽ അവർ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ പൊക്കോളും. അതുപോലെ തന്നെ സംസാരിക്കാനുള്ള
അവർക്കൊരു സമാധാനം, അതിന് വേണ്ടിയിട്ടാണ് ചിലർ വരിക. അവരും ചിലപ്പോൾ മാരീഡ് ആയിരിക്കും, അവർക്ക് എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ പക്ഷേ ഇവിടുത്തെ നിങ്ങളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വളരെ സെൽഫിഷായ ഒരു എനർജിയാണ് ഇവർ. ഇവരെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു എനർജിയാണ് ഇവർ. അപ്പോൾ ഇവർ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കുറേ ദുഃഖങ്ങളുണ്ട്. ചിലപ്പോൾ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം, കുറേ ദുഃഖങ്ങളുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവർ മനസ്സിലൊരു സംശയമുണ്ട്, നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് കിട്ടില്ല എന്നൊരു സംശയമുണ്ട്. എന്നാലും അവർ ഫൈറ്റ് വിടുന്നില്ല. എന്നുവെച്ചാൽ ഏത് വിധേനയും നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കണം, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ അകറ്റണം, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. 2 ഓഫ് കപ്സ്, ഇവർക്ക് സ്നേഹമൊന്നുമില്ല നിങ്ങളുടെ പേഴ്സണോട്, മനസ്സിലായോ? വേറെ ഉദ്ദേശമാണ്. വിവാഹം കഴിക്കുന്നത് കുട്ടിക്ക് ഒരു അച്ഛന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളുടെ പേഴ്സണോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഇവർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നത്. പക്ഷെ കാര്യങ്ങൾ ഡിലേ ആകുന്നത് കൊണ്ട് ഇവർക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. അപ്പോൾ ഇവരൊരു എനർജിയിലാണ്. കറക്റ്റ് ടൈം ഈ എന്താ പറയുക നോക്കിയിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് അത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാണ്ടോ? നശിപ്പിച്ച് കളയാൻ വേണ്ടി. എന്നാലേ ഇവരുടെ വിശ്വാസമാണ് നിങ്ങളിൽ നിന്ന് അകന്നാൽ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ അടുത്തേക്ക് പോകുമെന്ന്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവാൻ വഴിയില്ല കണ്ടിടത്തോളം. എന്തായാലും പൈസീസ്, സ്കോർപ്പിയോ, ഏരീസ്, ക്യാൻസർ, ലിയോ, ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ രണ്ടാമത്തെ റീഡിംഗ് ഇവിടെ കഴിഞ്ഞു. ഇനി ഞാൻ മൂന്നാമത്തെ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാണ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജിയാണിത്. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് നമുക്ക് ആദ്യം നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ഷഫ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് കാണിച്ചെടുക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, 2 കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഹെൽപ്പിംഗ് ഹാൻഡ്, റിവാർഡ്സ് ഫ്രോം ഗോഡ്. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾക്ക് കിട്ടാനുള്ള റിവാർഡ് നമുക്ക് ദൈവം തരും, അതാണ് പറയുന്നത് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആൾക്കാർ നിങ്ങളുമായിട്ട് പ്രതികരിക്കാനായിട്ട്, എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ നാട്ടുകാർ മുഴുവൻ എന്നോട് നന്നായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ നന്നായിട്ട് പെരുമാറണം എന്നൊക്കെ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, നിങ്ങളും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ്. ഇവരൊക്കെ തമ്മിൽ ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇല്ല, മനസ്സിലായോ? 3 റീഡിങ്ങിലും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പ്രശ്നങ്ങളിലാണ്. 3 റീഡിങ്ങും അങ്ങനെ തന്നെ വന്നാൽ നല്ലതാണ്. അപ്പോൾ ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. അതല്ലെങ്കിൽ ഇവർ തമ്മിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ്, ഭയങ്കര അടിബഹളമാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ. ഇപ്പോഴേ നമ്മളെ അന്തരീക്ഷം പോലെ തന്നെ ഒരു അന്തരീക്ഷം 2-3 ദിവസമായിട്ട് ഭയങ്കര മൂടിക്കെട്ടിയ പോലെ, സൺലൈറ്റ് കുറവാണ്. അതുപോലെ നമ്മൾ കേൾക്കുന്ന ന്യൂസ് വാർത്തകളും അതുപോലെ നെഗറ്റീവാണല്ലേ. എത്രയോ ആൾക്കാരാണ് പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നത്. അപ്പോൾ 15 വയസ്സുള്ളൊരു കുട്ടി ഒരു 42 വയസ്സുള്ള ഒരാളായിട്ട് കൂടെ, അതെന്താണ് സിറ്റുവേഷൻ എന്ന് അറിയില്ല. ആൾക്കാർ അത് പറയുന്നുണ്ട് അവരങ്ങനെ ഇങ്ങനെ.
പക്ഷെ അത് എന്തുകൊണ്ടാണ്, എന്തായിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എന്തുകൊണ്ടാണ് അവർ മരിച്ചു പോയതൊന്നും അറിയില്ല. ഈ മീഡിയ ഇതിനത് എടുത്തിട്ടിട്ട് അവർ വെറുതെ അവർ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത്, ഇതൊന്നും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ല അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വേണം അത് തെറ്റാണോ ശരി. ഇപ്പം നമ്മൾ ഒരാളെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് നേരിട്ട് കണ്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിന്ന്. അപ്പോഴാണ് ഒരാളെ എന്തെങ്കിലും കാര്യം കൊണ്ട് ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലീസുകാർക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊരു റിസൾട്ടിലേക്ക് വരാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് അത് സോഷ്യൽ മീഡിയ കയറിയിട്ട് അത് കുളമാക്കി എടുക്കണം. അപ്പം നമ്മളെല്ലാവരും വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ തെറ്റ് ചെയ്താതെ ചെയ്തു എന്നൊരു എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്വൈര ജീവിതം അതോടെ പോയി. മനസ്സിലാവുണ്ടോ? അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ട ഒരു സമയമാണിത് എന്നാണ് എൻ്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. അപ്പം മീഡിയ അത് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളാരാ അതിനെക്കുറിച്ച്? നമുക്ക് എന്ത് അറിവുണ്ട്? അതല്ലെങ്കിൽ ന്യൂസ് പറയുന്ന ആൾക്ക് എന്ത് അറിവുണ്ട് അതിനെക്കുറിച്ച്? ഒന്നും അറിയില്ല. മനസ്സിലാവും? അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വേറെയാണ്. ഇത് വെറുതെ ആൾക്കാരെ ഇട്ടിട്ട് ദൈവത്തിനറിയാം എന്താ നടക്കുന്നത്, പാവങ്ങൾ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും 10 of Swordsഉം 4 of Cups റിവേഴ്സും ആണ് വന്നേക്കുന്നത്. 10 of Cups ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു. ഇവിടെ കുറേ ചതിയും വഞ്ചനയും എല്ലാം ഉണ്ടായിരുന്നു. ചീറ്റിങ് കുറേ അനുഭവിച്ചു ആരോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ പണ്ടേ പരിചയമുള്ളവരായിരുന്നിരിക്കാം. അപ്പോൾ പണ്ടത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിലായിരിക്കും റിലേഷൻഷിപ്പ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ മുമ്പോട്ട് പ്രായം കൂടുന്തോറും നമ്മളുടെ എക്സ്പീരിയൻസ് മാറും, നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, നമ്മളുടെ കാഴ്ചപ്പാട് മാറും, നമുക്ക് ഒരാളോടുള്ള സ്നേഹം മാറും. മനസ്സിലാവുണ്ടോ? നമ്മൾ ചെറുപ്പത്തിൽ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അത് ആ റിലേഷൻഷിപ്പ് നടന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും വളർന്ന് വലിയ പ്രായത്തിലെത്തുമ്പോൾ അതേ ഫീലിങ്സ് നമുക്ക് അയാളോട് ഉണ്ടാവണമെന്നില്ല. നമ്മൾ മുമ്പോട്ട് പോയി നമ്മുടെ ലൈഫിൽ വേറെ ആളുകൾ വന്നു. അപ്പോൾ പിന്നീട് ഈ പേഴ്സൺ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ പഴയ ഫീലിങ്സ് ഇല്ല ആ പേഴ്സണോട്. പിന്നെ നമുക്ക് ടൈം പാസ്സാണ്, അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. പണ്ടത്തെ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയും ബഹളവും ഭയങ്കര തമ്മിൽ പാരവെക്കലും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. സോഡിയാക് സൈൻസ് സ്ട്രോങ് ഒന്നും ഇവിടെ വന്നില്ല. തേർഡ് പേഴ്സണും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സ് കാണിക്കുന്നുണ്ട്, മജിഷ്യനെ കാണിക്കുന്നുണ്ട്. ഇല്യൂഷനാണിത്. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകണം, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് ആരോ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് ആരോ കേട്ടോ. പക്ഷെ അതൊരു ഇല്യൂഷൻ മാത്രമാണ്. ഒരു മജിഷ്യനാണ്. മജിഷ്യൻ കാണിക്കുന്നതെല്ലാം കൺകെട്ടാണ്. മജിഷ്യന് ശരിക്കുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ല. അത് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെ തോന്നിപ്പിക്കുകയാണ് മജിഷ്യൻ. അപ്പോൾ ഈ ഒരു ഫീലിംഗ്, ഇവർക്കുള്ള ഈ ഒരു ഫീലിംഗ്, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണും അങ്ങനൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് വെറും ഒരു ഇല്യൂഷനാണ്. ഇതില്ലാത്ത കാര്യം അവരുണ്ടെന്ന് വിചാരിക്കുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾ ആരോ. കാരണം ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ കണക്ഷനാണ്, ഇങ്ങനത്തെ കണക്ഷനാണ് എന്നൊക്കെ ഒരാൾ വിചാരിച്ച് വെക്കുന്നുണ്ട്. അത് വെറും ഇല്യൂഷനാണ്. കാരണം ഈ പേഴ്സൺ മറ്റേ ആളെ കൺട്രോൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇവർ തമ്മിൽ നല്ല പ്രായ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വഴക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരം ശരിയാവാത്തത് കൊണ്ടാണ്, ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇവർ വഴക്കിടുന്നതെന്നാണ് ഒരാളുടെ വിചാരം. എന്തായാലും ഇവിടെ കള്ളത്തരമുണ്ട്. കാരണം കള്ളത്തരത്തിൽ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അത് കള്ളത്തരമാണ്. ശരിക്കും ഇവർ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ
സത്യം മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അതുകൊണ്ടൊരു സ്ട്രെസ്സൊന്നുമില്ല. ഈ തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ ആരോ ആയിക്കോട്ടെ, നുണ പറഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ മീറ്റ് ചെയ്തപ്പോൾ തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ തമ്മിലൊരു സോൾമേറ്റ് കണ്ടു, കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്, തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ ആ ഒരു വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഭയങ്കര ബഹളം ഉണ്ടായിട്ട് ഇവർ തമ്മിൽ വിട്ടു പോകാത്തത്. ഇവിടെ ജെമിനായി ഭയങ്കര സ്ട്രോങ് ആണ്. 2 കാർഡ് വന്നിട്ടുണ്ട്. ഒരു അക്വേറിയസ് ഏരീസ് ഉണ്ട്, വേറെ ഒരു ഏരീസും കൂടി ഉണ്ട്, പിന്നെയും ജെമിനായി. 3 കാർഡ് ജെമിനായി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് റിലേഷൻഷിപ്പിൻ്റെ കള്ളത്തരമാണ് മൊത്തം. അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു പ്രായമായുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്, ഒരു എംപറർ എനർജി കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊരു മുതിർന്ന ആളും പ്രായം കുറഞ്ഞ ഒരാളും തമ്മിലുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ ആൾക്ക് ഒരു സഹതാപം, സിമ്പതിയുടെ ബേസിസിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ടൊരു കണക്ഷൻ വെച്ചേക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകുന്നില്ലായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശവും ചിലപ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടാവാൻ വഴിയില്ല. ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ഈ പേഴ്സണെ കീഴ്പ്പെടുത്തുക, എന്ന് വെച്ചാൽ സ്വന്തം വരുതിക്ക് വരുത്തുക എന്നതാണ്. അപ്പോൾ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനർത്ഥം തേർഡ് പാർട്ടിയോട് ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പാർട്ടിയിലാക്കാനായിട്ട് ഞാൻ സോൾമേറ്റ് കണക്ഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡിലേ വരുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിക്ക് അത്ര വിശ്വാസം പോരാ, മനസ്സിലായോ? തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ, അപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ്, സീരിയസ് ഒന്നുമല്ല. അപ്പോൾ ഈ ഡിലേ മാറണം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് തേർഡ് പാർട്ടിയെ അവൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഇഷ്ടമാണെന്ന് പറയണം. അത് പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഇവർ നുണ പറയുന്നുണ്ട് നല്ലോണം. സോൾമേറ്റ് കണക്ഷനാണ്, നമ്മൾ പഴയ ജന്മത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാൻ സ്വപ്നം കാണാറുണ്ട് നിങ്ങളെ എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഒരാളെ ഭയങ്കര അഗാധമായിട്ട്, പക്ഷെ ഇപ്പോൾ അതൊരു ഫാഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായാലും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലെങ്കിൽ നമ്മൾ ടെലിപ്പത്തിക്കലി അയാളോട് കണക്ഷൻ, അത് നമ്മളുടെ മനസ്സിൻ്റെ സ്ട്രെങ്ത് പോലെ ഇരിക്കും. അതുപോലെ തന്നെ ആ പേഴ്സണെ സ്വപ്നം കാണുക, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിൻ്റെ സ്ട്രെങ്ത്താണ്. തമ്മിൽ എത്ര സ്ട്രോങ് ആണ് റിലേഷൻഷിപ്പ്. പക്ഷെ ഇവിടെ ഒരാൾക്ക് മറ്റേയാളോട് ആ ഒരു ഫീലിംഗ് ഇല്ല. അപ്പോൾ ഈ കണക്ഷൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ഒന്നും അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇവർ വെറുതെ നുണ പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണോട്, എങ്ങനെയെങ്കിലും പാട്ടിലാക്കണമെന്നാണ്, മനസ്സിലായോ? ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവരില്ലാത്ത നുണയെല്ലാം പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ സ്മാർട്ടാണ്, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണത്. എപ്പോഴും നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമ്മളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആൾ നമ്മുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടാകണം എന്ന വിശ്വാസം വേണം, എന്നൊരു ആഗ്രഹമായിരിക്കണം, മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 10 of Wands ആണ് കാണിക്കുന്നത്. ഇതൊരു നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഒരു പ്രാരാബ്ധമായിട്ട് വരുന്നുണ്ട്. കാരണം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം നുണ ഇഷ്ടംപോലെ നുണ തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടി എന്താണ് ചെയ്യാൻ പോണത്? അവർ വയലൻ്റ് ആയിട്ട് പ്രതികരിക്കാൻ പോവുകയാണ്. അവർക്ക് ക്ഷമയില്ല തേർഡ് പാർട്ടിക്ക്, മനസ്സിലായി? അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അവർ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിനെ തോന്നിപ്പിക്കണം ഇവരോട് കൂടെയുള്ള ജീവിതമാണ് നിങ്ങളുടെ പേഴ്സണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഹാപ്പിയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണെ ട്രാപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു റിയാക്ഷൻ ഇവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനൊരു ദേഷ്യമുണ്ട്. അപ്പോൾ ഇവർ നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെയും സ്പൈ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിലേ തേർഡ് പാർട്ടിക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ. അങ്ങോട്ട് എത്തിയിട്ടില്ല കാര്യങ്ങൾ, മനസ്സിലായോ? അതാണ്. അപ്പോൾ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്.
നിങ്ങളുടെ പേഴ്സൺ ഒരു മെച്യൂർഡായ എനർജിയാണ്. ഇങ്ങനെയുള്ള അനാവശ്യ വഴക്കുകളൊന്നും ഉണ്ടാവുന്നില്ല. അതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഇവിടെ സോഡിയാക് സൈൻ, ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്. പിന്നെ പൂച്ചക്കുട്ടികളാണ് കരയുന്നത് കേട്ടോ. സ്കോർപ്പിയോ, പൈസീസ്, ഇവിടെ അക്വേറിയസ് ഉണ്ട്, സ്റ്റാർ, ജെമിനായ് ഞാൻ പറഞ്ഞു എത്ര എണ്ണം വന്നിട്ടുണ്ട്. ഇത് അക്വേറിയസ്. ബാക്കി എല്ലാ സോഡിയാക് സൈനും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആരോഗ്യവും സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.